ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഒരു ആഴ്ച മുന്നേ ഊട്ടി പോയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കൂനൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കൂനൂർ എന്നാണോ ലൈക്ക് ഐ ഡോണ്ട് നോ എന്താണ് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത്. എനിവേ കൂനൂരിലുള്ള കുറേ ലൊക്കേഷൻസ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ലൊക്കേഷൻസൊക്കെ, അതായത് നമ്മൾ പോകേണ്ട സ്പോട്ടുകളൊക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു സ്ട്രോബെറി പ്ലക്കിംഗ് പോയിന്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഒരു റിസോർട്ടിലെത്തി. അത് അവരുടെ തന്നെ ആക്ടിവിറ്റി ആയിരുന്നു, ഒരു വിവേക് ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിവേക് ഹോട്ടലിലെത്തി അവർ ഞങ്ങളെ ആ ഒരു സ്ട്രോബെറി ഫാമിലേക്ക് കൊണ്ടുപോയായിരുന്നു. ആൻഡ് എന്താ പറയുക, ആ വഴിയാണെങ്കിലും, അതായത് സ്ട്രോബെറി ഫാമിലേക്കുള്ള വഴിയാണെങ്കിലും അവിടുത്തെ കാഴ്ചകളാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ലെറ്റ്സ് സീ. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. നമ്മളെ കൂനൂറിന് കുറച്ചധികം ഇങ്ങോട്ട് വരണം കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിക്കോട്ടെ ആൻഡ് ഇവിടുത്തെ വ്യൂ ആയിക്കോട്ടെ അടിപൊളിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 2 ബോക്സ് ഉണ്ട്. നമുക്ക് സ്ട്രോബെറി ഒക്കെ കിട്ടലില്ലേ, അതേപോലത്തെ 2 ബോക്സ് എനിക്കും തന്നു, ഒന്ന് ഏട്ടനും കൊടുത്ത്. എന്നിട്ട് അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സ്ട്രോബെറി ഇതിനകത്ത് ഫില്ലാവുന്നവരെ പറിച്ചോളൂ, നല്ല പഴുത്ത് നോക്കി മാത്രം പറിച്ചാൽ മതിയെന്ന്. അപ്പം ഞങ്ങൾ ഫുള്ള് സെർച്ചിങ് ആയിട്ടോ. അതിനിടയിൽ ഇവർക്ക് വേറെയും ഫാമുണ്ട്. ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അവരൊക്കെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് സ്ട്രോബെറി നല്ല ചുവന്നിട്ടുള്ള നല്ല പിങ്ക് റെഡിഷ് ആയിട്ടുള്ള സ്ട്രോബെറി തന്നെ കിട്ടി. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേയൊക്കെ പറിച്ച് അവിടെ തന്നെ കഴിച്ച് കുറേ ബോക്സിലാക്കി. ഇത് നമ്മൾ തന്നെ പറിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ. അത് ഏട്ടൻ്റെത് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു ബോക്സേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. നമ്മളൊന്നും അവർക്ക് തന്നെ കൊടുത്തു. ഒരു ബോക്സ് കംപ്ലീറ്റ്ലി നിറച്ചിട്ടുണ്ട് ഞങ്ങൾ. ശരിക്കും നമ്മളില്ലേ ഈ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഗാർഡനിൽ പോവും, പിന്നെ എവിടെയാ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലല്ലേ പോലുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ എൻ്റെ കൂടെ കൊച്ചിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോയവരെയാണ് ആക്ച്വലി എന്താണ് ഊട്ടി എന്നുള്ളത് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ ഊട്ടി കംപ്ലീറ്റ്ലി കറങ്ങി. സെക്കൻഡ് ട്രിപ്പ് ഇതാ നേരെ കോനൂർക്കായിരുന്നു. അവിടെയാണ് ഈ ഒരു സ്ട്രോബെറി പ്ലക്കിങ്. സത്യം പറഞ്ഞാൽ ഉച്ച സമയത്താണ് ഞങ്ങൾ എവിടെ എത്തിയത്. പക്ഷേ ഉണ്ടല്ലോ എക്സ്ട്രീം തണുപ്പായിരുന്നു. ഇതാ ഇവരുടേതാണ് കേട്ടോ ഫാം. ഈ കംപ്ലീറ്റ് ഫാം നോക്കി നടത്തുന്നത് അവരാണ്. ഇത് ബ്ലൂബെറീൻ്റെ സെക്ഷനാണ്. അവിടെ അധികം തണുപ്പ് വേണം തോന്നുന്നത്. അതുകൊണ്ട് മുകളിൽ ഒരു ഷീറ്റൊന്നും ഇട്ടിട്ടില്ല. കംപ്ലീറ്റ്ലി ഫുൾ തണുപ്പിലാണുള്ളത്. അതിനുശേഷം ഞങ്ങൾ വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത് ഇതേപോലത്തെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഒരു സിക്സാഗ് റോഡാണ്. പക്ഷെ കണ്ടോ, ഇത് ഞങ്ങൾ കാറിൽ പോകുമ്പോഴുള്ള വ്യൂ ആണ്. ആക്ച്വലി ഇത് അവിടെ നമ്മൾ ഊട്ടി വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ബുക്ക് ചെയ്ത് പോകാൻ പറ്റിയ ആക്ടിവിറ്റി അല്ല. ഹോട്ടൽ വിവേക് ഉണ്ട് നമ്മുടെ കോനൂർ, അവരെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അവരുടെ അണ്ടറിൽ വരുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് സ്ട്രോബെറി പ്ലക്കിംഗ് എന്ന് പറഞ്ഞാൽ. അവരുടെ ഒരു ഗൈഡ് തന്നെ വരും നമ്മളെ കൂടെ. കാരണം അത്രയധികം പോകാനുണ്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക്. ഒരു ഹില്ലേരിയ എന്ന് പറയാം. ഒറ്റ വണ്ടീൻ്റെ റോഡുമാണ്. പിന്നെ ഞങ്ങൾ കൂടുതലായി പരിചയപ്പെട്ടപ്പം ഞങ്ങൾ കോഴിക്കോട് വ്ളോഗേഴ്സ് ആണെന്നും നമ്മുടെ പേജൊക്കെ കാണിച്ചെടുത്തപ്പോൾ ദേ വർ ഹാപ്പി. അങ്ങനെ ഞങ്ങൾക്ക് അവരുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അടിപൊളി കേട്ടോ. റീലം റിസോർട്ട് എന്നാണ് ഇവരുടെ റിസോർട്ടിൻ്റെ പേര്. ദക്കാണെന്നാണ് നമ്മൾ പോയിട്ടുള്ള ബ്ലൂബെറി ഫാം കേട്ടോ. അടിപൊളി വ്യൂ പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ആക്ച്വലി ഇതുപോലെ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അതുകൊണ്ടാണ് കുറേ ലാൻഡ്സ്കേപ്പും വെർട്ടിക്കലാവുന്നത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് വ്ളോഗ്സ് എടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ്. പക്ഷേ ഫസ്റ്റിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയോണ്ടാണോ എന്നറിയില്ല, ഇത് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. എനിവേ ഞാൻ എൻ്റെ മാക്സിമം എടുത്തിട്ട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം അനൂസ് കിച്ചൺ.